നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാർക്കറ്റ് വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഴ, നല്ല രാത്രി മുതലേ തുടങ്ങിയ മഴയാണ്. ഇന്ന് ചന്തയിൽ നല്ല അടിപൊളി വലിയ പോത്ത്, മൂരി, കാളയൊക്കെ വന്നിട്ടുണ്ട്. മഴ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം. ഈ ആഴ്ച വന്ന വലിയ പോത്തുകളെ കാണാം. കണ്ടമാനം വലിയ പോത്തുകൾ, മൂരികളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഇതിലും വളർത്താനും അത്യാവശ്യം പറ്റിയ പോത്തും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 7 മണി മുതലാണ് ഇവിടെ ചന്ത. സൈസ് പോത്തുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നല്ല 65 രൂപ ചോദിക്കുന്നുണ്ട്. നല്ലൊരു പോത്ത് തന്നെയാണ്. നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി തന്നെയാണ്. ഇവിടെ കുറച്ച് പോത്തുകളും ഒരു മൂരിക്കുട്ടിയും അവിടെ നിൽക്കുന്നുണ്ട്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്ന് കറങ്ങി വീഡിയോ എടുക്കാം. അത് വലിയ പോത്തുകൾ നിൽപ്പുണ്ട്. വലിയ സൈസ് പോത്തുകളെല്ലാം ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. പെരുന്നാളിന് ഒരു 10-15 ദിവസമേ ഉള്ളൂ. പിന്നെ വരുന്ന ദിവസങ്ങളെല്ലാം നല്ല ശരിക്ക് വലിയ പോത്തുകൾ ചന്തയിൽ കയറും. എല്ലാ ചന്തകളിലും ഇവിടെയും വലിയ പോത്തുകൾ നിൽപ്പുണ്ട്. കച്ചവടം ഒരു തണുപ്പം മട്ടിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ആരെങ്കിലുമൊക്കെ വന്ന് വില ചോദിച്ചെങ്കിലേ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പോത്തുകളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടി നിർത്തിയിരിക്കുകയാണ്. വാങ്ങാനായിട്ട് ആരും അങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. മഴ തോരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വരുമെങ്കിലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോരുത്തർ വില ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല മുരിക്കുട്ടികളൊക്കെ അവിടെ HFൻ്റെ മുരിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. പല ടൈപ്പിലുള്ള മുരിക്കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. വളർത്തുകുട്ടികളും വന്നിട്ടുണ്ട്. ഇന്ന് വളർത്തുകുട്ടികൾ എന്താ ഇവിടെ നിൽപ്പുണ്ട്. തീരപ്പൊടി കുഞ്ഞുങ്ങളില്ല ഇന്ന് ചന്തയിൽ. ഒരു 18-20,000 രൂപയ്ക്ക് മേളിലോട്ട് നടക്കുന്നുണ്ട്. നല്ലൊരു മൂരിക്കുട്ടി ഇപ്പുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് 80-90 ചോദിക്കും ഇതിന്. ചിലപ്പോൾ അതിന് മേളിലും ചോദിക്കും. വലിയ പോത്തുകളൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. മുരിക്കുട്ടികൾ, ശരിക്കും മുരിക്കുട്ടികൾ ഇന്ന് ചന്തയിൽ കയറിയിട്ടുണ്ട്. ആയതുകൊണ്ടെല്ലാം തണുപ്പം മട്ടിൽ നിൽക്കുകയാണ്. ചെറിയ മുരിക്കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. കച്ചവടത്തിനുണ്ട്. അവിടെ ഒരു ഗീറിൻ്റെ മുരിക്കുട്ടി കൊണ്ട് ഇഷ്ടംപോലെ വലിയ പോത്ത് ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. മഴ കച്ചവടത്തെ നന്നേ ബാധിക്കുന്നുണ്ട്. കുട്ടികളും മുരിക്കുട്ടികളൊക്കെ കണ്ടമാനം ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൽ ആളിന്ന് കുറവാണ്. ആള് കുറവ് തന്നെയാണ് ചന്തയിൽ. മഴ തോരുമ്പോൾ വരുമെന്ന് ഉദ്ദേശിക്കുന്നു. കണ്ടമാനം മാട് വന്നു. പക്ഷേ ആള് അധികം ചന്തയിലോട്ട് വരുന്നില്ല ഇന്ന്. രണ്ടുപേരും 45 രൂപ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ചന്ത ഒരു വല്ലാത്തതായിപ്പോയി. കണ്ടമാനം പോത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മഴ വിഷയം തന്നെയാണ്. പശു, മൂരി, കാളയൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. കച്ചവടം നടക്കുന്നില്ല ഇതുവരെയായിട്ടും. ചെറിയ ചെറിയ കച്ചവടങ്ങൾ മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വലിയ കച്ചവടങ്ങൾ നടക്കുന്നില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതുവരെ തോന്നിട്ടില്ല. ചെറുതായിട്ട് ശക്തിയൊന്ന് കുറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെ. നല്ല പോത്തുകളും മൂരികളൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഒരു ഐസ് പോത്ത് അവിടെ നിൽപ്പുണ്ട്.
80,000 രൂപയ്ക്ക് മുകളിൽ വില ചോദിക്കുന്ന പോത്തുകളാണ് നിൽക്കുന്നത്. വലിയ പോത്തുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആരെങ്കിലും കച്ചവടക്കാർ വന്നിരുന്നെങ്കിൽ നമുക്ക് വിലയൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. നോക്കാം. 90,000 രൂപ ചോദിക്കുന്ന കാളയാണ് നിൽക്കുന്നത്. 90 രൂപ ചോദ്യമാണ് അതിന്. ഒരാൾ വില ചോദിച്ചപ്പോൾ 90 രൂപ എന്നാണ് പറഞ്ഞത്. കുറച്ച് മോരിക്കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. നാലുകളെല്ലാം മഴ നനഞ്ഞ് നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നല്ല അടിപൊളി ചന്തയായിരുന്നു. നല്ല ഇഷ്ടംപോലെ കച്ചവടം നടന്നായിരുന്നു. പക്ഷേ ഇന്ന് മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നല്ല വലിയ പത്തുക ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് പെരുന്നാൾ ചന്ത ആയതുകൊണ്ട് എന്തായാലും 1 രൂപയ്ക്ക് മേളിൽ ചോദിക്കും. അതുകൊണ്ട് ചെറിയ 50-55 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. പോത്തുകൾ 2 എണ്ണം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു ആണ് അത് കച്ചവടം നടന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ നടന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത് കച്ചവടമായി. അതിനെന്തായാലും നമുക്കൊന്ന് വീഡിയോ എടുക്കാം. ഇവിടെ നിൽപ്പുണ്ട്. പള്ളിക്കാർ വാങ്ങിയ 2 പോത്തുകളാണെന്ന് തോന്നുന്നു. കാരണം ടാഗ് അടിച്ച് നമ്പറിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോന്നിനും നമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് 2 എണ്ണം. മുരിക്കുട്ടിയൊക്കെ ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ആയിട്ടില്ല. എന്തായാലും മഴ ഒരു വല്ലാത്ത ഇത് തന്നെ. പോലെ പോത്തുകൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. കുടിപ്പോത്തുകൾ നല്ല 50,000 രൂപയ്ക്ക് മുകളിലോട്ട് ഇന്ന് പോത്തുകളെ കിട്ടത്തുള്ളൂ. വളർത്തുകുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു 18-20 ആ റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികളുണ്ട്. ഇവിടെ സൈസ് പോത്തുംകുട്ടി വീട്ടാവശ്യത്തിന് വളർത്താനൊക്കെ പറ്റിയ നേർച്ചയ്ക്കും പറ്റിയ പോത്തുകൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. മോരിക്കുട്ടികളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. റാമ്പിലൊക്കെ ഇഷ്ടംപോലെ പോത്തുകൾ ഇനി നിൽപ്പുണ്ട്. വലിയ പോത്തുകൾ കണ്ടമാനം നിൽപ്പുണ്ട്. ഗീറിൻ്റെ മൂരിക്കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. അത് കച്ചവടം കഴിഞ്ഞതാണ്. നമ്മൾ രാവിലെ വന്നപ്പോഴേ അവിടെ കെട്ടിയിരിക്കുമായിരുന്നു കയറ്റിൽ. അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 52-55 ഒക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ കച്ചവടം നോക്കാം. നമുക്ക് കയറ് മേടിച്ച് കൊടുത്തിരിക്കുകയാണ്. അത് കച്ചവടം അങ്ങനെ ഒരു കച്ചവടം കാണാൻ പറ്റി. കച്ചവടം കണ്ടിരിക്കുകയാണ്. 50 ആണോ 52 കറക്റ്റ് കേൾക്കാൻ പറ്റിയില്ല. മഴ പെയ്യുന്നതുകൊണ്ട് അതിനവർ കൊണ്ടുപോകുന്നുണ്ട്. പോത്തുകൾ കണ്ടമാനം ചന്തയിൽ കിടന്ന് തേരാപ്പാര നടക്കുന്നുണ്ട്. കച്ചവടം നടക്കുന്നില്ല ഒന്നിൻ്റെ. തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല പള്ളിക്കൽ കാട്ടുപശ്ശേരി ജംഗ്ഷനിലാണ് ചന്തയുള്ളത്. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 7 മണി മുതലാണ് ചന്ത. 7 മണി എന്നുള്ള ഒരു 6:45 ആകുമ്പോൾ ചന്ത തുടങ്ങും. നല്ല കിടിലം മോരിക്കുട്ടികളൊക്കെ നിന്നിട്ട് ആരും വാങ്ങാനായിട്ട് വന്നിട്ടില്ല. ഇവിടെ 2 എണ്ണം ഇപ്പോൾ 2 വളർത്തു പോത്താണ്. 65 ചോദ്യം, 65 ചോദിക്കുന്നുണ്ട്.
65 ചോദിക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഇടനീളം കാൽപ്പൊക്കമൊക്കെ ഉള്ളത് തന്നെ. പോത്തുകൾ കൂട്ടി എല്ലാവരും ഇവിടെ ഒന്ന് കമന്ന് കിടക്കുകയാണ്. ചിലപ്പോൾ ചുടം നടക്കാം, അല്ലെങ്കിൽ ചുടം നടക്കാതിരിക്കാം, എല്ലാം ചെയ്യാം. ഇവിടെ നല്ലൊരു പോത്തിന്, ഇത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു. എന്തായാലും ചന്തയ്ക്ക് പുറത്ത് നിൽക്കുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത പോത്തുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇന്നത്തെ മഴ മൊത്തം ചന്ത ആകെ കുഴപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് നടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ. എന്തായാലും നമുക്ക് നോക്കാം. നല്ല കച്ചവടങ്ങളൊക്കെ നടക്കുമെന്ന്. 95 രൂപ ഈ ഒരു പോത്തിന് ചോദിക്കുന്നുണ്ട്. 9,500 95,000 രൂപയാണ് ഈ പോത്തിന് ചോദിക്കുന്ന വില. അവരുടെ ചോദ്യമാണ്, നമുക്ക് മുതലാവുന്ന പോലെ നമുക്ക് എന്തേ പറയാം, അതിലൊന്നും കുഴപ്പമില്ല. 95 രൂപയാണ് ചോദിക്കുന്നത്. മട പിടിച്ചാണൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല സൈസ് ഒരു വലിയ 3 പോത്ത് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഓരോന്നിനും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിന്ന് വില ചോദിക്കുന്ന പോത്തുകളാണ്. നമുക്ക് അടുത്ത് പോയി വീഡിയോ എടുക്കാൻ നേരത്തെ കുറച്ച് പറ്റിയായിരുന്നു. അവിടെ നല്ല തള്ളായതുകൊണ്ട് വലിയ പോത്തിൻ്റെ അടുത്ത് ആൾ ഒരുപാട് നിൽപ്പുണ്ട്. കച്ചവടം നടക്കുന്നത് കൊണ്ട് കച്ചവടം നടക്കാൻ ഓരോരുത്തർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മഴ പെയ്തില്ലായിരുന്നു, നല്ല സൂപ്പർ കച്ചവടം നടന്നതാണ്. ഇവിടെ വലിയ പോത്തുകൾ ഇപ്പോൾ ഉണ്ട്. 90, 1 ലക്ഷം, 85,000 ഒക്കെ ചോദിക്കുന്ന പോത്തുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. $60,000, $70,000 ഒക്കെ ചോദിക്കുന്ന പോത്തുകളുണ്ട്. പോത്ത് കണ്ടമാനം വന്നു, പക്ഷെ കച്ചവടം നടക്കുന്നില്ല. ആയതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് ആരും അങ്ങനെ വന്നതുമില്ല. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഓരോന്നിനും ഇങ്ങനെയൊക്കെ വില പറഞ്ഞങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു പോത്തിനെ വാങ്ങിക്കൊണ്ട് പോകുന്നു, വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്, ഒരു വലിയ പോത്തിനെ. മലകളൊക്കെ വാങ്ങിക്കൊണ്ട് വണ്ടികളൊക്കെ ചന്തയിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. ഇപ്പം മണി 8 കഴിഞ്ഞ്. ചന്തയിൽ ഇപ്പോഴും ആളുണ്ട്. ഇനിയും വലിയ പോത്തുകൾ ഒരുപാട് ചന്തയിൽ ഇനിയും നിൽപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവരിപ്പോഴും നിൽക്കുകയാണ് പോത്തിനെയും കൊണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചന്ത വരുന്ന തിങ്കളാഴ്ചയാണ്. പെരുന്നാളിന് മുമ്പായിട്ടൊരു 3-4 ചന്തയുണ്ട്. നല്ല കിടിലം പോത്തുകൾ ഉണ്ട്. നല്ല ഇതൊക്കെ വേണമെങ്കിൽ 1 വർഷം കൂടെയൊക്കെ നിർത്താൻ പറ്റിയ പോത്തുകളാണ്. അവർ ശരിക്കും വളർന്ന് തുടങ്ങിയ ആ ടൈമിലാണ് അവർ ചന്തയിൽ കൊണ്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 150 അടുത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ വരുമെന്ന് തോന്നുന്നത്. ഓരോ ഏരിയയിലെ ഇറച്ചി വെട്ട് അനുസരിച്ച് കിലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. നമ്മളിവിടെ എന്ന് പറയുമ്പോൾ തനി മീറ്റാണ്, എല്ലില്ലാതെയാണ്. 450 രൂപ കിലോ. ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ്. 250-നും 300-നും 350-നൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. 400-ന് കൊടുക്കുന്ന സ്ഥലം